എനിക്ക് ഷുഗറുണ്ട്, ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇത് ഉപയോഗിച്ച് 10 ദിവസം എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഫാദർ ഷുഗറിന്റെ മരുന്ന് കഴിക്കാതിരിക്കരുത്, രാവിലെയും വൈകിട്ടും ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് 3-4 വർഷമായിട്ട് ഞാൻ ഷുഗർ ഉള്ള ഒരാളായിരുന്നു. 456 ആയിരുന്നു ഒരു 5 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ. അന്ന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം മരുന്ന് കഴിച്ചു തുടങ്ങി. രാവിലെയും വൈകിട്ടും അത് 200-ൽ താഴെ കൊണ്ടുവന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ അടുക്കൽ വരുന്നത്. ഞാനിത് വാങ്ങിച്ചു. ഇതും മരുന്നും 10 ദിവസം കഴിച്ചു. 11ാമത്തെ ദിവസം ഞാൻ ഡോക്ടറുടെ അടുക്കൽ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഷുഗർ നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഷുഗർ നോർമലായല്ലോ. അപ്പോൾ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ഒരിക്കലും ഇനി മരുന്ന് നിർത്തരുതെന്ന് പറഞ്ഞത് എന്നോട് ഈ മരുന്ന് ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്. ഒരാഴ്ച മരുന്ന് കഴിക്കാതെ ഫാദർ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ 8 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിക്കാതെ ഇത് മാത്രം ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഷുഗർ നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കണ്ട, മാസത്തിൽ വല്ലപ്പോഴൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നത്തെ മാസം ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയില്ല. ഇത് ടെസ്റ്റ് ചെയ്യണം ശരിയാണോ എന്ന് അറിയണ്ട. ഞാൻ അടുത്തുള്ള ഒരു ലാബിൽ പോയി. അവിടെ പോയി ഷുഗറും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. എല്ലാം നോർമലാണ്. ഇപ്പോൾ 3 മാസമായി ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ ഞാൻ ഇത് പലർക്കും കൊടുത്തു. ആ കൊടുത്തവരൊക്കെ മൂവാറ്റുപുഴ ഒരു സ്കൂൾ നടത്തുന്ന ഒരു 2000 വിദ്യാർത്ഥികളുള്ള സ്കൂൾ നടത്തുന്ന എന്റെ സുഹൃത്ത് ഒരു ഫാദറിന് ഞാൻ ഇത് കൊടുത്തു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കൊടുക്കുന്നവർക്കൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആ ഫാദർ പറഞ്ഞു ഇത് ഓർണം കിട്ടിയിട്ട് എന്താണ് ഫാദറെ, ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പൊ ഓർണോടും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഓർണോടും കൂടി കൊടുത്തു. അപ്പൊ അതൊരു ബിസിനസ്സായിട്ട് വരാതിരിക്കാനാണ് ഫാദർ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് പ്രയോജനപ്പെടുമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് നേരത്തെ ക്ലാസ് എടുത്ത ഡോക്ടറും അതുപോലെ റാഫി സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം. ഞാൻ എന്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു, എന്റെ അനിയന്, എന്റെ അനിയത്തിക്ക് അവർക്കൊക്കെ കൊടുത്തു. ഞാനൊരു ദിവസം തറവാട്ടിൽ ചെല്ലുമ്പോൾ അനിയന്റെ ഭാര്യ ഒരു നല്ല ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അവരുടെ മാതാപിതാവ് ചൂട് വെച്ചുകൊണ്ടിരുന്നു, നടുവിൽ ചൂട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ വണ്ടിയിലെ കാറില് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേഗം അതിൽ ഓർഡർ കൊടുത്തു. അവര് കിടക്കാൻ പറഞ്ഞു. അതിൽ കിടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മനിയൻ വീട്ടിൽ വന്നു. പ്രോഡക്റ്റ് വേണം, ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അവരും അത് ഉപയോഗിച്ച് അത് പിന്നീട് പലർക്കും അത് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ MC റോഡിലൂടെ ഞാൻ പോകുമ്പോൾ അതിന്റെ സൈഡിലുള്ളതായ ഒരു വീട്ടിലെ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർക്ക് ഇതുപോലെ ഇതൊരു പ്രോഡക്റ്റ് കൊടുത്തു. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ച് ആ ദിവസം ഞാൻ അതിൽ പോയി പാസ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഇറങ്ങി വന്നു. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ MC റോഡിന്റെ മുകളിലാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഒരു കവറുമായിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഒരിക്കലല്ലോ ചിക്കൻ ചെയ്ത് തരാനായിട്ട് വരികയാണെന്ന് വിചാരിച്ചു. അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു ഫാദറെ ഇന്ന് ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന ദിവസമാണ്, ഇത് നോക്കിയിട്ട് നോർമലായി. അദ്ദേഹം അത് കഴിച്ചു തുടങ്ങിയിട്ട് 2 ആഴ്ചയായി തൈറോയിഡ് സുഖമായി. പിന്നെ തൊടുപുഴയില് വിനോ എന്ന് പറയുന്നതായ ഒരു സുഹൃത്തും വഴി ഒരു സ്ത്രീക്ക് ഇത് കൊടുത്തു. അവര് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒരു അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ സ്ത്രീക്ക് പറ്റില്ല. അതുമാത്രം തടിയുള്ള ഒരു സ്ത്രീയാണ്. അദ്ദേഹത്തിന്റെ ഭർത്താവ് രാത്രി ഉറക്കം കിട്ടാതെ ഈ കുറുക്കുമലിയാണ്. രാത്രി മുഴുവനും ഈ സ്ത്രീ കുറുക്കുമലിക. അതുകൊണ്ട് ഉറക്കം ശരിയാകാത്തതുകൊണ്ട് ഇദ്ദേഹം നല്ല ഇതൊക്കെ വാങ്ങിച്ച് അടിച്ച് രാത്രി ക്രമീകരിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇഷ്ടംപോലെ കുപ്പി ഇതുണ്ട്, ചില്ലുകുപ്പിയുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഇത് ഉപയോഗിച്ചു തുടങ്ങി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഫാദറെ സന്തോഷമായി, എന്റെ ഭാര്യയുടെ കൂർക്കം വലിഞ്ഞു 3 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ കൊടുത്തതായ എല്ലാവരും 100% റിസൾട്ട് പറഞ്ഞിരിക്കുന്നു. അതിന് ഈ പ്രോഡക്റ്റ് കൊണ്ടുതന്ന സേവകറിനോടും ഇതിന്റെ മറ്റെല്ലാ പ്രവർത്തകരോടും ഡോക്ടറോടും ഒക്കെയുള്ള അവരുടെയൊക്കെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. എന്റെ പള്ളിയിലെ പെരുന്നാളാണ്. ഇന്ന് നാളെ